പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം ചെക്ക് ചെയ്ത് ഒട്ടിച്ചു വിടുന്നത്. മുട്ടിക്കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് പോവും. അപ്പോൾ അടുത്ത സ്പീക്കർ നമ്മൾ ചെക്ക് ചെയ്യാം. അടുത്ത നമ്മൾ പച്ചയാണ്. പച്ചയിൽ വരയില്ലാത്ത പച്ച പോസിറ്റീവും കറുത്ത വരയുള്ള പച്ച നെഗറ്റീവുമാണ്. അത് ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. തിരിഞ്ഞു പോയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ബാസ് ഇല്ലെന്നായി പോകും. അപ്പോൾ പച്ചയും ഓക്കെയാണ്. രണ്ട് ചാനൽ നമ്മൾ ചെക്ക് ചെയ്തു. അത് രണ്ട് ചാനൽ ഫ്രണ്ടിലെയും രണ്ട് ചാനൽ ബാക്കിലെയാണ്. അപ്പോൾ അത് ഫീഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ബാക്കും ഫ്രണ്ടും തിരിച്ചറിയാവുന്ന. അത് നോക്കി കണക്ട് ചെയ്യാൻ പറയണം. അത് ചെയ്യുന്നവർക്കറിയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നീലയാണ്, വയലറ്റ് രണ്ട് വയലറ്റാണ്. ഒരു വയലറ്റ് അതുപോലെ തന്നെ വയലറ്റും കൊടുക്കുക, ബ്ലാക്ക് ഉള്ളത് ബ്ലാക്കിലും ഇതും കൊടുക്കുക. വയലറ്റും വർക്കിംഗ് ആണ്. പിന്നെ ഉള്ളത് വൈറ്റാണ്, വൈറ്റും അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ ഈ നീല എന്ന് പറയുന്നത് ഏരിയലിന് കൊടുക്കുന്ന വയറാണ്. ഏരിയലിന് റേഡിയോ ഉപയോഗിക്കുന്നുണ്ട്, ഏരിയൽ കൊടുക്കാം. ഇവിടെ ഏരിയൽ കൊടുക്കാം. ഇവിടെ ഏരിയലിൻ്റെ കണക്ഷൻ കൊടുക്കണം. ഇത് ഏരിയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏരിയൽ പൊങ്ങുന്ന മോട്ടറിന് സപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ റേഡിയോയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെ 12 വോൾട്ട് സപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ പണ്ടത്തെ കാറിനൊക്കെ അങ്ങനെ പൊങ്ങും. ഇപ്പോൾ സാർക്കനാൻഡിനായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇതാണ് സൗണ്ട് ബാക്കിലത്തെ കാർ സ്റ്റീരിയോ. പിന്നെ റിമോട്ട്, വയർ റിമോട്ടും ഉപയോഗിക്കാം, വയർലെസ് ആയിട്ട് റിമോട്ട് ഉപയോഗിക്കാം. നല്ലൊരു സാധനമാണ്, നല്ല പവറുണ്ട്. എന്നാണേലും ഇതിനൊരു 55 വാട്ട്സ് ഇൻറ്റു 4 ആണ്. 55 RMS ഉണ്ട്. 4 ടിക്കറ്റ് സ്പീക്കർ എടുത്താൽ സബ് വൂഫറിൻ്റെ ഒന്നും ആവശ്യമില്ല. WX മോഡൽ നമ്പർ WX 900 BT, ബ്ലൂടൂത്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി സാധനം.